എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ്, കോളിഫ്ലവർ, ഉള്ളി, കുറച്ച് ബീൻസ്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ജീരകം, പട്ട, ബേ ലീഫ്, ഉപ്പ്, ചോറ് വേവിച്ച് വെച്ചേക്കുവാണേ. ചട്ടി ചൂടായി കഴിഞ്ഞു. ജീരകം ഇട്ട് കൊടുത്തു, പട്ട ഇട്ട് കൊടുത്തു, ബേ ലീഫ് ഇട്ട് കൊടുത്തു. കൂട്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, നീളത്തിലരിഞ്ഞ ഉള്ളിയാണ്, കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, കോളിഫ്ലവർ, അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച ബീൻസ്, ഇത്രയും കൂട്ടി നമുക്കൊന്ന് ഇളക്കാം. മീഡിയം തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇത്തിരി തീ കൂട്ടിയിടരുത്. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇടാൻ മറന്നുപോയേ. ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടു. ആദ്യം ഇടണമായിരുന്നു, അത് മറന്നുപോയി. ഇപ്പോൾ ഇട്ടു. നമുക്ക് ഇതൊന്ന് ആവി കയറാനായിട്ട് വെക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടത് കൊണ്ട് വെജിറ്റബിൾസ് എല്ലാം വെള്ളം ഇറങ്ങി വരുമേ. ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പച്ചക്കറി വേകണം. അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ട്. നമ്മളിട്ട് കൊടുക്കാം കുരുമുളക് പൊടി. എരിക്ക് വേണ്ടിയാണ് കുരുമുളക് ഇട്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുത്ത് ഇനി എല്ലാം കൂടെ നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റാമേ. എല്ലാം കൂടെ ഒന്ന് വേകാൻ. അതുകൊണ്ട് നമ്മുടെ ചോറ്, പച്ചക്കറികൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കാം. വിനാഗിരി ഒഴിക്കാം. ഇതിൻ്റെ കൂടെ സോയാ സോസ് ഒഴിക്കാം. ഇത് മക്കൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് വിനാഗിരിയും സോയാ സോസും ഒന്നും ഒഴിക്കാഞ്ഞത്. പിന്നെ നമുക്ക് മല്ലിയില കൂടി ഇടാം. നമുക്കൊരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കാമേ. പച്ചക്കറിയൊക്കെ കഴിക്കാത്ത പിള്ളേർ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കഴിച്ചോളൂ. തൈരിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.